Hi dears, it's me Adarsh. It's me SDK from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. മക്കളെ വെൽക്കം ബാക്ക്. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ മുഖം തന്നെ അറിയാം. ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ കൂടി എന്താണ് നമ്മൾ നല്ല ഹാപ്പി ആണ്, നല്ല ഹാപ്പി ആയിട്ടാണ്. ഉറക്കൊഴിച്ചിട്ടില്ല നമ്മൾ 2 ദിവസം പഠിപ്പിച്ചൊക്കെ ഫലം കണ്ടിരിക്കുന്നു. ഞാൻ 2 ഗ്ലാസ് ഒക്കെ എഴുതി. അപ്പൊ ക്ലാസ് ഇല്ല, മാത്രല്ല ഗ്ലാമർ ഇല്ല വെച്ചിട്ട് വലിയ ചുരുക്ക് വെച്ചാല് ഞാൻ ഊരി വെക്കാം. നമ്മൾ എന്താണ് മക്കളെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരും അറിയിക്കണം. നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. യെസ്. അപ്പോ നമ്മൾ ആദ്യം തന്നെ എന്താണ് കൂടുതൽ ചർച്ചകൾക്കും കാര്യങ്ങൾക്കും നിൽക്കുന്നില്ല. കുറെ കാര്യങ്ങൾ എഴുതി പറഞ്ഞു, ബഹുഭൂരിഭാഗം കാര്യങ്ങൾ എന്തായിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം എന്താവാം ഡിസ്കഷനിലേക്ക്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും എന്താവണം ഉത്തരം എഴുതണം അല്ലേ. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം എന്താവും കിട്ടുന്നതാണ് പറഞ്ഞിട്ടുണ്ട് സാറേ. 1 മാർക്കിന്റെ അത് ഹിസ്റ്ററി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഐഡന്റിഫൈ ദ പീരിയഡ് വിച്ച് ടൂൾസ് ഇൻ ദ ഗിവൺ പിക്ചർ ആർ റിലേറ്റഡ്. താഴെ തന്നിട്ടുള്ള ചിത്രം കണ്ടിട്ടുണ്ടല്ലോ, ആ ചിത്രത്തിലുള്ള ടൂൾസുകൾ ഉപകരണങ്ങൾ ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ പാലിയോലിത്തിക് ഏജ്, അവിടെ നമ്മൾ പറഞ്ഞതല്ലേ ഷാർപ്പ് ടൂൾസ് ആണത് ഒരിക്കലും ഇല്ല. പിന്നെ മെസോലിത്തിക് ഏജ് സാധ്യത കുറവാണ്, കാരണം മെസോലിത്തിക് ഏജിലൊന്നും ഇങ്ങനത്തെ ഷാർപ്പായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ക്രമപ്പെടുത്തിയിട്ട് എന്താവശ്യത്തിനാണോ ആ രീതിയിലുള്ള ഒരു ക്രമപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ബ്രോൺസ് ഏജ് അത് ഒരിക്കലും ഇല്ല, കാരണം അത് ഈ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പൊ ബ്രോൺസും ഇല്ല. അപ്പൊ ഏതേക്കാരം മക്കളെ, അതായത് പ്രാചീന ശിലായുഗമല്ല, മധ്യശിലായുഗമല്ല, വെങ്കല യുഗമല്ല. അപ്പൊ ഏതേക്കാരം നിയോലിത്തിക് ഏജേക്കാരം, അതായത് നവീന ശിലായുഗേക്കാരം. ഓപ്ഷൻ ഡി ഡിസ്കസ് ചെയ്ത സാധനമാണ്. ക്ലിയർ? യെസ്. അപ്പൊ 1 മാർക്ക് എന്തായി അതിൽ നമുക്ക് കിട്ടി. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, അതും എന്താണ് ഹിസ്റ്ററി എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിരുന്നു. ഇന്നലെ എന്റെ മക്കൾക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളിലൊരു കുളിരിലെ സാറേ ഉണ്ടോ, കമ്പനി ലുംബിനി അല്ലേ, ബുദ്ധന് ബോധം വന്നത് ബോധ് ഗയ പ്രസംഗിച്ചപ്പോ സാറേ നാഥനാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇന്നോടൊക്കെ ഇതൊക്കെ അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യം അതാണ്, ഐഡന്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഫോളോവിങ് ഹിൻസ്. താഴെ പറയുന്ന സൂചനകൾ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഹിൻസ് അടക്കം അവരൊക്കെ തന്നിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. നോക്കി എന്താണ് നോക്കി, 1 ഗൗതമ ബുദ്ധുണ്ട്, അശോകുണ്ട്, വർദ്ധമാന മഹാവീരുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യണ്ട്. നമ്മളെല്ലാവരും ബുദ്ധൻ ലുംബിനിയിലാണ് ജനിച്ചത് അല്ലേ. അപ്പൊ മക്കളെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഉത്തരാണ് എന്ത്, ഗൗതമ ബുദ്ധനേക്കാളും. ഏതെങ്കിലും ഒരു പോയിന്റ് പഠിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട്, ലുംബിനി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. 100% എക്സാം ഒരു കാര്യം ഉറപ്പാ, 100 കുട്ടികൾ എക്സാം ചെയ്തിട്ടുണ്ട്, 95 കുട്ടികൾക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം നമ്മളെ ജോഗ്രഫി എന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സാറേ. ചോദ്യം അല്ലേ എന്താണെന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോവിങ്, പണ്ട് മാച്ച് ദ ഫോളോവിങ് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അറിയോ ഓപ്ഷൻസ് തന്നു അല്ലെ, അത് ഏതാണോ മാച്ച് എന്നുള്ള രീതി നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഓപ്ഷൻസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്തത്. എക്സാമിന്റെ പാറ്റേൺ ഒന്ന് മാറ്റിയത് ടഫ് ആക്കിയതാ, പക്ഷെ സംഭവം സുഖം. കാരണം വെച്ചാൽ 3ാമത്തെ 3 വെച്ചപ്പോ കുട്ടിയൊക്കെ എ ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ മതി, ബി ആണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ മതി. പണ്ടങ്ങനെയില്ല 1 2 3 4 5 6 ഇങ്ങനെ. ഇതിൽ വേറൊരു കാര്യമുണ്ട്, എന്താ അറിയോ, ഇതിൽ 1 നമുക്ക് അറിയെങ്കിലുണ്ടല്ലോ, നമുക്ക് ഒറ്റ പറഞ്ഞാൽ മതി, ഇതിൽ ഒറ്റ പാസ് അറിഞ്ഞാൽ മതി, നമുക്ക് എന്താണ് ഏകദേശം ഉത്തരം കിട്ടും. അത്രയും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പാസസ് ആണ് കാണുന്നത്, ചുരങ്ങളാണ് കാണുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് പാസസ് ചുരങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാ ചുരങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചുരങ്ങളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മക്കൾ നോക്കുക, എല്ലാം തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആൻസർ തന്നെ പറയുകയാണ്, ഇതാ സി ആണ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. സി നോക്കുക, A3 ആണ് വരുന്നത് അല്ലെ. ബനിഹാൽ പാസ് എന്നുള്ള നോക്കുക, A3 വരുന്ന നോക്കുക, ജമ്മു ആൻഡ് കാശ്മീർ. നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താ, ബനിഹാൽ പാസ് കണക്ട് ചെയ്യുന്ന ജമ്മു ആൻഡ് കാശ്മീർ ആണ് എന്നുള്ളത് അറിയാം. അതേപോലെ തന്നെ അത് മാത്രം കാശ്മീരിനെയും കണക്ട് ചെയ്യുന്നതാണ്. ഇനി നോക്കിയേ, B1 ആണ് കൊടുത്തിരിക്കുന്നത്, ബോംഡില പാസ് ആണ്. ബോംഡില പാസ് ആണ് B1 ആണ്, അരുണാചൽ പ്രദേശ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കൾക്ക്, അതും കൂടെ ഉപകാരപ്പെടും കുറെ കാലത്തേക്ക്. പിന്നെ നോക്കുക, C4 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, അത് ബരാലച്ചല പാസ് ആണ്. നിങ്ങൾക്ക് ഈ ബരാലച്ചല പാസ് തന്നെ മാത്രം ആലോചിച്ച് വെച്ചാൽ ചിലപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കത്തുട്ടോ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഹിമാചൽ പ്രദേശ് ലഡാക്കാണ്. നമ്മളിത് എല്ലാത്തിനും ഇൻട്രോ ആയിട്ട് ബരാലച്ചല പാസിന്റെ നമ്മൾ 1 വേർഡ് ഇത് ഷുവർ ആയിട്ട് നിങ്ങൾ നോക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞുതരാം. അതെ, അത്രേ 2. അപ്പൊ
വെച്ചാൽ കുളു, അതേപോലെ തന്നെ ലാഹുൽ സ്പിതി എന്ന് അതല്ലേ പറഞ്ഞ ആ സ്ഥലങ്ങള്. അപ്പൊ കുളു മണാലിക്കൊക്കെ നിങ്ങൾ ഹണിമൂൺ പോകാൻ കരുതിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചുരം കയറി പോകണം? റോങ്താങ് കയറി പോകണം. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളോടൊക്കെ പറയാം, നോക്കിയാ ചുരം റോങ്താങ് കയറണേ, അല്ലാതെ നടക്കൂല എന്ന് പറയാം. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം ഹിസ്റ്ററി എന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. 4ാമത്തെ ചോദ്യം മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ഇന്ന് രാവിലെ ഞാനേ ബോർഡ് സാറ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വരുന്ന ഓണ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിച്ചിരിക്കും. യെസ് 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 100% ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ചുടുചുംബനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നോക്കിക്കോ. ഇന്ത്യ സൈൻ ഡിപ്ലോമാറ്റിക് എഗ്രിമെന്റ് വിത്ത് ശ്രീലങ്ക. ശ്രീലങ്കയുമായിട്ട് ഇന്ത്യ എന്തായിട്ടുണ്ട്? ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇത് പറ, ഇത് ഏത് ലിസ്റ്റിൽ പെട്ടതാണ്? അതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? യെസ്. അത് ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ് ആണോ? അതൊക്കെ അതിന്റെ ഇതിലായിട്ട് ചോദ്യം ഉണ്ട്. ഐഡന്റിഫൈ ദ ലിസ്റ്റ് ഇൻ ദ 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു ദ എബവ് മെൻഷൻ. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരു സാധനം കൂടി വേറെന്തോ ആണോ വരും. ഭരണഘടനയിലെ 7th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പൊ ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, റിസർവറി പവർ. അല്ലേ? നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രം ഇടപെടാൻ കഴിയുന്നതാ. വിദേശകാര്യാവട്ടെ സൈന്യമാവട്ടെ അതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാ. സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് പോലീസ്, മറ്റുള്ള ലോക്കൽ, അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. കൺകറന്റ് ആണ് രണ്ടു കൂട്ടർക്ക് ഇടപെടാൻ പറ്റുന്നതാ. ഇവിടെ ഇങ്ങോട്ട് നോക്കി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് കരാർ ഒപ്പിടുകയാണ്. ഉറപ്പിച്ചു വെച്ചൂടെ മക്കളെ? ഓപ്ഷൻ എ ഏതായിരിക്കും? യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന 100% എനിക്ക് ഉറപ്പാ. ഓക്കെ ആണല്ലോ? യെസ്. നമ്മൾ അടുത്ത ഭാഗം കേട്ടോ. നോക്കി, അത് നമ്മളെ ഹിമാലയവുമായി ബന്ധപ്പെട്ടുള്ളത്. ഹിമാലയം ഭരിച്ചു ഇന്നത്തെ പേപ്പർ അല്ലേ? ഹിമാലയാണ് ചോദ്യം. എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏകദേശം എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് നോക്കിയേ, ഇവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കൾ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ദ ഹിമാലയ വർ ഫോംഡ് ബൈ കൺവേർജൻസ് ഓഫ് ദ ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്. അതായത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സംയോജക സീമയെ കുറിച്ച് പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഹിമാലയ ഫോം ചെയ്തിട്ടുള്ള എങ്ങനെയായിരുന്നു? സംയോജക സീമയിലൂടെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. യുറേഷ്യൻ പ്ലേറ്റും അതുപോലെ തന്നെ നമ്മുടെ യുറേഷ്യൻ പ്ലേറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ വന്നിടിക്കുന്നതാണ്. എന്നിട്ടാണ് അവിടെ എന്തെങ്കിലും ഹിമാലയ ഉണ്ടാവുന്നത്. അതെ, അത് അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഹിമാലയ ഉണ്ടാകുന്നത് പറഞ്ഞിരുന്നു. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലൂടെ മക്കൾ നോക്കുക. ഫോൾഡ് മൗണ്ടൻസ് ആർ ഫോംഡ് അലോങ് ഡൈവേർജന്റ് ബൗണ്ടറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ മടക്ക് പർവ്വതങ്ങളാണ് അല്ലേ? അതും കൺവേർജന്റ് ബൗണ്ടറി തന്നെയല്ലേ ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ എന്താ, ഇത് രണ്ടും കറക്റ്റ് ആണ് അല്ലേ? 1 and 2 എന്താണ്? ആർ കറക്റ്റഡ് എന്നുള്ള രീതിയിൽ. അതെ, സി കുത്തണം. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ അറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ കാട്ടിയിട്ട് മാർക്ക് വാങ്ങുന്നുള്ള കാര്യം നമുക്ക് ഷുവറാണ്. അടുത്ത നോക്കി, സം ഇൻഫർമേഷൻ ഈസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ലൈഫ് ഇൻ ദ പാലിയോലിത്തിക് ഏജ് ആർ ഗിവൺ ബിലോ. അതായത് പ്രാചീന ശിലായുഗത്തില് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ എന്തോ തെറ്റുണ്ട്. അത് നോക്കണം. നോക്കി, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഉണ്ടോ? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ പറഞ്ഞതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാനാ. അപ്പൊ നമുക്ക് ആ 4 ആദ്യം നോക്കുക. പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ്, ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസ്. ഇന്നലെയും മിനിയാന്നൊക്കെ അത് വീണ്ടും പറഞ്ഞതാണ്. ഈ പറഞ്ഞു കാണാൻ പാടായിട്ടുണ്ട്. അതായത് ഗുഹക്കുള്ളിലും അതേപോലെ തുറസായ സ്ഥലങ്ങളിൽ താമസിച്ചു. ശരി തന്നെയാണ് അത്. അടുത്ത യൂസ് ഓഫ് മൈക്രോലിത്തിക്, സൂക്ഷ്മ കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? പ്രാചീന ഞാൻ പറഞ്ഞില്ലേ പരിക്കൻ കല്ലുകളാണ്. അപ്പൊ അത് തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാ. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്, ഫുഡ് ശേഖരിച്ചു വെച്ചിട്ടില്ല. ആവശ്യത്തിന് ഇങ്ങനെ അങ്ങനത്തെ ചെയ്യുന്നതാ. അപ്പൊ അത് കറക്റ്റ് ആണ് പറഞ്ഞത്. പിന്നെ ബാൻഡ്സ് വേർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി. ബാൻഡുകളായിട്ട് നടക്കാൻ പറഞ്ഞില്ല, കാടിനുള്ളിൽ കയറുമ്പോൾ ആക്രമിക്കാൻ വരും അല്ലേ? യെസ്. അപ്പൊ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കണം. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കണം. അപ്പൊ 1, 3, 4 കറക്റ്റ് ആണ്. ഓപ്ഷൻ ഉണ്ടോക്കി 1, 3, 4 ഉണ്ടോക്കി. കണ്ടോ? ഓപ്ഷൻ സി. യെസ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് എന്തായി കിട്ടി. ഇനി അടുത്തതായിട്ട് 7ാമത്തെ ഒരു ചോദ്യം കേട്ടോ. 7ാമത്തെ ചോദ്യം റിവറുകളെ കുറിച്ചൊക്കെയാണ്. സാറെന്ന് പറഞ്ഞ ഞാൻ വീണ്ടും ഓർത്തെടുക്കുകയാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചു, സാർ എന്തിനെ പറ്റി ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തു പറയാം, ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ? എനിക്ക് മനസ്സിലായി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ. ചിത്രം വെച്ചിട്ട് നിങ്ങൾ ആ ചിത്രം തന്നെ മനസ്സിലേക്ക് എടുത്തോ. ചിത്രം വരക്കും ഞാൻ അവിടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് സാർ ചോദിക്കണ്ടില്ലേ ഇതിന്റെ അടിയിൽ. ഇത് നോക്കിയാൽ നമ്മളിവിടെ ബാബർ റീജിയനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബാബർ റീജിയനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പ്രഡിക്ഷൻ കൊടുത്ത അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഏകദേശം വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ബാബർ റീജിയനിൽ എന്തില്ലാത്തത്? നദി ഒഴുകുന്നത് കാണാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബാബർ റീജിയന്റെ എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ റീസൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീസൺ എന്താ കൊടുത്തത്? ദി സോൺ ഓഫ് ദ പ്ലെയിൻസ് ആർ ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് റോക്ക് ആൻഡ് ബുൾഡോസ് പ്രൗഡ് ബൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദ മൗണ്ടെയിൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുന്നിന്റെ പർവ്വതത്തിന് മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നദി കുറേ കല്ലുകളും മണ്ണുകളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. അതെന്ത് ചെയ്യും? ഈ തൊട്ട് താഴെ
ശിവാലിക്കിന്റെ തൊട്ട് താഴെയാണ് കൊണ്ടിടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടി വരും. അവിടെ കല്ലുകൾ പോലത്തെ കാണാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, അവിടെ റിവർ കാണാൻ പറ്റില്ല. അപ്പൊ അത് ശരിയാണ് സംഭവം. അതായത് അസർട്ടേഷനും ശരിയാണ്, അതിന്റെ റീസണും ശരിയാണ്. അപ്പോൾ അത് നമുക്ക് അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്. R is a correct explanation of A. വേറെ അങ്ങോട്ട് പോകണ്ട. ഇത് സത്യത്തിൽ നോക്കി ആദ്യത്തെ 2 മതി, അതിന്റെ അപ്പുറത്തേക്ക് ഉള്ളത് വെറുതെ നിങ്ങൾ ഇറങ്ങാറാക്കാൻ കൊടുത്തതാണ് അല്ലെ. യെസ്. അതായത് എയും ബിയും എന്താണ് ശരിയാണ്. അതായത് ആറിന്റെ അതേ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, വിവരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, എയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ അടുത്ത് നോക്കി എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യം കേട്ടോ. ഇതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയോ, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. യെസ്, പക്ഷെ ഞാനിതൊരു 3 മാർക്കിനെ പ്രതീക്ഷിച്ചത്, വന്നത് 1 മാർക്കാണ്. ഫൈൻഡ് ഔട്ട് ദ factors that led the Magadha become the most prominent among the 16th Mahajanapadas. 16 ജനപദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനപദമായിട്ട് മഗധ മാറാനുള്ള കാരണം എന്താ? സാറേ ഞാനൊരു ചിത്രം വെച്ചോണ്ടോ, ആന, ഇരുമ്പിന്റെ നദികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ വിത്ത് പ്ലെന്റി ഓഫ് റെയിൻഫാൾ. നല്ല മഴയുണ്ട്, നല്ല മണ്ണുണ്ട്, അത് കാണിച്ചു. എലഫൻസ് വേർ അവൈലബിൾ, നല്ല ആനകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ അതിൽ കണ്ടത്. ആ ലാർജ് നമ്പർ ഓഫ് ദ ഫോറസ്റ്റ് ഓഫ് മഗധ. അതൊക്കെ. അടുത്ത് കോപ്പർ വാസ് ഈസിലി അവൈലബിൾ ഇൻ മഗധ. ശരിയാണോ? അല്ല, കാരണം ആനന്റെ കയ്യിലുണ്ടായിരുന്ന ഏത് വടിയായിരുന്നു? ഇരുമ്പായിരുന്നു, അയണായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ചിത്രം നോക്കിയ മക്കള് കണ്ണും പൂട്ടി ചിരിച്ചപ്പോഴേക്ക് എക്സാം ഇന്നലെ ലീവ് കണ്ട കുട്ടികളൊക്കെ നമ്മളെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. SDK ആദർ സാറും പറഞ്ഞ എന്താണ്, പക്കയാണ്. പക്ഷെ ഇതിൽ തെറ്റിപ്പോയത് അപ്പൊ ഓപ്ഷൻ ഏതാണ്? എത്രാമത്തതാണ്? 3ാമത്താണ് തെറ്റിപ്പോയത് അല്ലെ, കോപ്പർ അല്ല അല്ലേ. അപ്പൊ ചോദ്യം എന്താണ്? 3 only is correct. അതാണ് തെറ്റ് അല്ലേ. പിന്നെ ബോത്ത് 1 and 3 are correct. അതും തെറ്റ്. ബോത്ത് 1 and 2 are correct. 1ഉം 2ഉം ആണ് ശരി. എല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണ് അല്ലേ. എല്ലാം ശരിയാണെന്നുള്ളത് എന്താണ്? തെറ്റാണ്. 2 മാത്രമേ ശരിയുള്ളൂ, 1ഉം 2ഉം. ഓപ്ഷൻ ബി. യെസ്. അടുത്തായിട്ട് വീണ്ടും നമ്മളെ അടുത്ത ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം, ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 9 to 30 അല്ലേ, ഇൻ 2 or more sentences. അതായത് 9 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്താവാം, 2 or 3 വാക്കിൽ എന്താവും ഉത്തരം. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. യെസ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇതും ഞാൻ എന്തായിട്ടുണ്ടായിരുന്നു അവിടെ തന്നിട്ടുണ്ടായിരുന്നു. യൂട്ടിലൈസേഷൻ അല്ലെ, അതായത് പ്രാചീന ശാസ്ത്രത്തിൽ കല്ലിന് ഉപയോഗത്തിന്റെ രീതി നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ മക്കളെ പ്രയോജനപ്പെടുത്താന്നാണ് അതിന്റെ മലയാളം. പ്രയോജനപ്പെടുത്തുക, മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. അതായത് ലഭ്യമായ കല്ലിനെ അതിന്റെ രൂപം മാറ്റാതെ അതുപോലെ ഉപയോഗിക്കാം. വീണ്ടും ഇങ്ങനെ പറഞ്ഞീനി. അപ്പൊ അത് അവിടെ ഓക്കെയാണ്. ഈ നേരത്തായ എ കോളം കണ്ടോ, അതവിടെ ബ്ലാങ്ക് ആണ്. എന്താ എ കോളത്തിന്റെ എക്സ്പ്ലനേഷൻ? എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ ബൈ ചേഞ്ചിങ് ദെയർ ഷേപ്പ്. കിട്ടിയ കല്ലിന് എന്താവുന്നു, ഷേപ്പ് മാറ്റി കൊടുക്കുകയാണ് അല്ലേ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ അറിയോ, ഫാഷനിങ് എന്ന് പറയും മക്കളെ. എന്താ പറയുക പറഞ്ഞാൽ ഫാഷനിങ് എന്ന് പറഞ്ഞാൽ രൂപം മാറ്റുക, കിട്ടിയ കല്ലിന്റെ രൂപം മാറ്റുക. അപ്പൊ അവിടെ അത് എഴുതി കൊടുക്കേണ്ടിയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ തന്നെ ഒരു മാർക്ക് കിട്ടി. അടുത്ത സ്റ്റാൻഡേർഡൈസേഷൻ. എന്താ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രമപ്പെടുത്തുക അല്ലേ. കിട്ടിയ കല്ലുകൾ ആവശ്യത്തിന് ഏതാണോ യൂസേജ് അതിനനുസരിച്ച് നമ്മൾ എന്താവുന്നു, ക്രമപ്പെടുത്തുന്നു ഇല്ലേ. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾ ഫോർ ഈച്ച് പർപ്പസ്. ഓരോ ലക്ഷ്യത്തിനനുസരിച്ചിട്ട് എന്താവുക, ടൂളുകൾ അതിനനുസരിച്ച് രീതിയിൽ മേക്ക് ചെയ്തിട്ട് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് അടുക്കി വെക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രമവൽക്കരണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ മക്കളെ എന്തായി, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. സിമ്പിൾ ആണ്. ഒന്ന് ഇവിടെ രൂപം മാറ്റി എഴുതി കൊടുക്കുക, താഴെ മറ്റോ എഴുതുക. ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ അടിപൊളിയായിട്ട് എന്തായിട്ടുണ്ടാവും, പാസ് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത് കിട്ടോ, ഇത് ഇന്നലെ കാറിന്റെ കാര്യങ്ങളൊക്കെ എത്ര മട്ടം പോലെ പറഞ്ഞത്. ഈ ചോദ്യത്തിന് പ്രത്യേകത ഉണ്ട്. ഇത് ഇന്നലെ A+ ബ്ലോഗിലൊക്കെ ഗവൺമെന്റ് കയറ്റിയ സൈറ്റിൽ നിന്ന് ഞാൻ കറക്റ്റ് പ്രിഫർ ചെയ്തെടുത്തതാണ്. പക്ഷെ എനിക്ക് മനസ്സ് പറഞ്ഞത് ചോദിക്കും. ഞാൻ നോക്കി വേറെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അതൊന്നും ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തില്ല. ഈ 3 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെ സാറോ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാം ഇത് 3 ഇതിലേക്കാണ് ഫോക്കസ് വരികയെന്ന് എനിക്കറിയാം. അപ്പൊ നോക്കിക്കോട്ടെ മക്കളെ, സരൈനഹർ റായ് അല്ലെ, ഞാൻ പറഞ്ഞു റായും നെഹ്റും വിലക്ക് ഏത് രാജ്യക്കാരനാ, ഇന്ത്യ. അത് ഓക്കെയാണ്, കറക്റ്റ് കിട്ടി. പക്ഷെ എ കിട്ടണില്ല. അപ്പുറത്ത് ഇംഗ്ലണ്ട് ഉണ്ട്. ഇംഗ്ലണ്ടിൽ എന്തുണ്ട്, കാറുണ്ട്, സ്റ്റാർ ആണ്. അപ്പൊ സ്റ്റാർ കാർ ഇംഗ്ലണ്ട് സെറ്റ് അല്ല മക്കളെ, എഴുതി കൊടുത്താൽ മതി. ഫാഗ്യാങ് കേവ് അല്ലെ, ശ്രീലങ്കക്കാരൊക്കെ പാകയന്മാരാണെന്ന് പറഞ്ഞു അല്ലേ. യെസ്, അത് എന്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഉമ്മ. ഓക്കെ, യെസ്. അടുത്ത ഭാഗം നോക്കിക്കോട്ടോ. യെസ്, 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് യു മീൻ ബൈ എന്താ സാറേ, വാട്ട് യു മീൻ ബൈ ഇത്? അതായത് ഈ ബുഗിൽസിന്റെ മലയാളം എന്താ? അങ്ങനെ തന്നെ വിളിക്കാം. ഈ സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല. അതായത് ഉയർന്ന
പർവ്വത പ്രദേശങ്ങളില്ലേ, മൗണ്ടൻ റീജിയന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന ഈ പുല്ലുകളെയാണ്, പുൽമേടുകളെയാണ് നമ്മൾ എന്ത് പറയാ, വേനൽക്കാല പുൽമേട്, സമ്മർ എന്താ പറയാ ഗ്രാസ് ലാൻഡ് ആണ്, അല്ലെങ്കിൽ വേനൽക്കാല പുൽമേടിനാണ് നമ്മൾ എന്ത് പറയാ ബുഗ്ഗൽസ് എന്ന് പറയാം. നമ്മൾ സിമ്പിളാ, അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്താൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മർഗുകളും ബുഗ്ഗൽസ് ഒക്കെ എന്തായാലും നോക്കിയോ മക്കളെ 2 മാർക്കിന് വരും എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ 1 വേർഡിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറേ രണ്ടാമത്തത് എന്താണെന്നറിയോ, നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിന്റെ ജോഗ്രഫിയുടെ. അപ്പൊ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതെ, ദാരിദ്ര്യം, പോവർട്ടി ഒക്കെ പറഞ്ഞതിൽ പാടുള്ള കംപ്ലീറ്റ് ദ ഫോളോയിങ് പെർ ദ മോഡൽ ഗിവൺ. അവിടെ എന്ത് ചെയ്യുക, അത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എയും ബിയും ഉണ്ട്. അപ്പോൾ ലേബറിന് വേജ് കൊടുത്തിട്ടുണ്ട് മക്കളെ. ഈ ലേബർ അല്ലെങ്കിൽ അധ്വാനം, തൊഴിലാളി എന്നൊക്കെ പറയുന്ന അയാൾക്ക് എന്താ കിട്ടുന്നത്, വേജാ കിട്ടുന്നത് അല്ലെ. എന്താ വേജ് എന്ന് പറഞ്ഞാൽ കൂലി അത് കിട്ടുന്നുണ്ട്. അപ്പം ബാക്കി കൊണ്ട് നമ്മൾ ഞാൻ ഇത് തന്നെ 3 കൊടുത്തിട്ടാ പറഞ്ഞത്. ഈ 3 പക്ഷെ നിങ്ങൾ 2 കൂടി പഠിച്ചു വെച്ചോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ലാൻഡിന് എന്താ മക്കള് കിട്ടുക, ലാൻഡിന് എന്താ ഈ റെന്റ് ആയിരിക്കും അല്ലെ, വാടകയായിരിക്കും. അപ്പൊ ക്യാപിറ്റൽ എന്തായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും, പലിശ. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഓർഗനൈസേഷൻ കൂടി ഉണ്ട്. ഓർഗനൈസേഷൻ എന്താ, മൂലധനം എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതിന് പ്രോഫിറ്റ് ആണ്. നമ്മൾ ലാഭം പ്രതീക്ഷിച്ചിട്ടാ മൂലധനം നടത്തുന്നത്, പ്രോഫിറ്റ് അല്ലെ. അപ്പൊ ലാഭമാണ് അവിടെ വരിക, അതവിടെ ഇല്ല. ചിത്രം 12ാമത്തെ ചോദ്യത്തിന്റെ ചിത്രം ഇന്ന് പുലർച്ചെ സാറ് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്ത് വന്നിരുന്നു. സാറ് വീണ്ടും പറയണ്ട മക്കളെ ഇത് പഠിക്കണം. ഞാൻ ഇരുന്ന് ചിരിക്കുക, ചിരിക്കുക. ഇന്നലെ രാത്രി പറഞ്ഞത് തന്നെ ഇന്നും ഞങ്ങൾ രണ്ടാളും പറയണത്. പക്ഷെ അത് വരും എന്നുള്ള ഒരു തോന്നല് ഇല്ലേ, തോന്നല് മാത്രമല്ല, അത് നമ്മളെ അത്രയും കോൺഫിഡൻസ് ആണ്. നമ്മളെ തൊലിക്കട്ടിയാണ് നിങ്ങൾ അവിടെ കണ്ടത്. സാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ അന്ന് വളരെ എളുപ്പത്തിലൊരു സംഭവം പറഞ്ഞു. അതായത് നിങ്ങൾ കളിക്കുന്ന സമയത്ത് മണ്ണിങ്ങനെ കൂട്ടിയിട്ട് മേലെ നിന്ന് വെള്ളം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വെള്ളത്തിന്റെ കൂടെ ആ മണ്ണും കൂടെ ഒലിച്ചു വരില്ലേ, എന്നിട്ട് താഴെ കുറച്ച് നിരപ്പായ സ്ഥലത്ത് നേരം ഈ വെള്ളത്തിന് സ്പീഡും കുറയും. അപ്പൊ അതുവരെ കൊണ്ടുവന്ന മണ്ണെന്ത് ചെയ്യും, ആ പ്രദേശങ്ങളിൽ ഇങ്ങനെ അത് നിക്ഷേപിച്ചിട്ടാ പോവുക. അപ്പൊ അങ്ങനെ സത്യം അത് തന്നെയാണ് ഇത്. അതായത് പർവ്വത മേഖലയിൽ നിന്ന് നദികൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുറെ കല്ലും മണ്ണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും, എക്കൽ മണ്ണ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോ ഇതെന്ത് ചെയ്യുന്ന നദികൾ എന്ത് ചെയ്യുന്ന ഇങ്ങനെ കുറെ കല്ലുകൾ, അത് എപ്പോഴും വെറുതെ വരില്ല, എന്തെങ്കിലുമൊക്കെ മണ്ണ് കൊണ്ട്, അതാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ നിക്ഷേപം എന്ത് പറയും, എക്കൽ മണ്ണ് എന്ന് പറയും. ആ എക്കൽ മണ്ണ് എന്ത് ചെയ്തിട്ടുണ്ട്, സമതല പ്രദേശത്ത് പ്ലെയിനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന ഈ നദിയുടെ സ്പീഡ് ഇങ്ങനെ കുറയും മക്കളെ. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് പോകും. അപ്പൊ അത് കാണാൻ എങ്ങനെ ഉണ്ടാവും, ഒരു വിശറി പോലെ ഉണ്ടാവും, ഒരു ഫാൻ പോലെ ഉണ്ടാവും. അതാണ് എന്ത്, എക്കൽ വിശറി എന്ന് പറയുന്നത് അല്ലെ. അതെ, ഇതാണ് ഒരു വിശറി പോലെ ഇങ്ങനെ കാണാൻ പറ്റും, അതാണ് എക്കൽ വിശറി. അപ്പൊ ചോദ്യം വായിക്കാൻ മറന്നുപോയി. ഐഡന്റിഫൈ ദ ലാൻഡ് ഫോം മാർക്കഡ് എ ആസ് എ പിക്ചർ, എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് ഫോംഡ്. സംഭവം ഒന്നുമില്ല, എ എന്ന് പറഞ്ഞ അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണെന്നാ ചോദിച്ചത്. എന്താ, എക്കൽ വിശറി അല്ലെ, അലൂവിയൽ ഫാൻ ആണ്. അലൂവിയൽ ഫാൻ ആണെന്നുള്ളത് എഴുതി കൊടുത്താൽ നോക്കിട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദ 2 സെക്ട് ഓഫ് ദ ജൈനിസം. ജൈനിസം 2ആയിട്ട് പിരിഞ്ഞില്ലേ, ആ 2 സെക്ട് ഏതൊക്കെ, ഹീനയാനം മഹായാനം, അങ്ങനെ പറഞ്ഞതാ. അപ്പൊ മാത്രമേ ഒന്നോടെ എഴുതണ്ട, സാധനം സെറ്റാ. 2 മാർക്ക് അവിടെ കയറി. അടുത്തത് ഇതിന്റെ അടുത്തൊരു ജാതി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ചോദ്യം. അടുത്തൊരു കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ഏതാ, അലൂവിയൽ പ്ലെയിൻസ്. നമ്മൾ ഈ പറഞ്ഞ സാധനം തന്നെ, എക്സ്പ്ലെയിൻ ദ അലൂവിയൽ പ്ലെയിൻസ് എന്നാ പറഞ്ഞത്. അപ്പൊ മക്കളെ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ചോദ്യം ചോദിക്കാതിരിക്കുന്നതായിരുന്നു. പക്ഷെ എന്താ കാര്യം പറഞ്ഞാൽ ഇത് വേറൊരു ഭാഗത്ത് വരുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്നുണ്ടോ, നമ്മുടെ എക്കൽ സമതലങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിരുന്നു. സാർക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞ ഇപ്പൊ ഓർമ്മ വരും. എന്താ അറിയോ, നമ്മുടെ ബങ്കർ ഫാദറാണ്, പഴയ എക്കൽ മണ്ണും പുതിയ എക്കൽ മണ്ണും ഇവിടെ ഇരുന്ന് ചെയ്തതാണ്. അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ മക്കളെ, അതാണ് ഇവിടെ എഴുതേണ്ടത്. അലൂവിയൽ പ്ലെയിൻസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ, അതെന്താണ്, അത് നദി നിക്ഷേപം നടത്തിയിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലെയിൻ ആണ് അല്ലെങ്കിൽ സമതലാണെന്നുള്ള എഴുതുക. അതിന്റെ കൂടുതൽ എന്താ 2 ഭാഗങ്ങളുണ്ട് അതിന്. ഒന്ന് ബങ്കറാണ്, അത് ഓൾഡ് അല്ലെങ്കിൽ പഴയ എക്കൽ മണ്ണാണ്, അലൂവിയൽ സോയിലാണ്. അതേപോലെ തന്നെ ഗാദർ എന്ന് പറയുന്നത് അറിയുന്ന പേരാണ്. അപ്പൊ ഗാദർ എന്ന് പറയുന്നത് എന്താ, പുതിയ എക്കൽ മണ്ണാണ്. അത്രയാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്, ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റിനെ നോർത്തിൻ പ്ലെയിനിലുള്ള ട്രോപ്പിക്കൽ, അതെ ഓർക്കോസ്റ്റിൻ ആണ്. അപ്പോൾ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റിനെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 2 തരത്തിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സംഭവം സിമ്പിളാ, അത് അന്നേരം പറഞ്ഞ ഓർമ്മയുണ്ട് സാർക്ക്, അത് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ തന്നെ അത് പറഞ്ഞു കൊടുത്തിരുന്നു. അത് 2 തരത്തിലുണ്ട്. ഒന്ന് പറയുന്നത് എന്താ, അത് വെറ്റ് ആയിട്ടുള്ളതാണ്, മോയിസ്റ്റ് ആണ്, മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. രണ്ടാമത് എന്താ, ഡ്രൈ ആയിട്ടുള്ളതാണ്, വരണ്ട. കാരണം ഒന്നിൽ നല്ല
നല്ലപോലെ മഴ കിട്ടുന്ന സ്ഥല, ഒന്നിലെന്താ തീരെ മഴ കുറവുള്ള സ്ഥല, അതേ ഉള്ളൂ. അത് ആ കാര്യം എന്ത് ചെയ്താൽ മതി, അവിടെ എഴുതി കൊടുത്താൽ മതി. ഇപ്പൊ 14ാമത്തെ ചോദ്യം, എ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കുട്ടി, ഒരു സാധാരണഗതിയുള്ള കുട്ടി, എ ആണോ ബി ആണോ? ഇത് ഞാൻ അയച്ചത് ഇത് പറഞ്ഞേ, ഞാൻ അയച്ച അലുവ പ്ലേസ് ചെയ്ത. കാരണം എനിക്കത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചിത്രം വെച്ചിട്ട് അത് പഠിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ഭയങ്കര സിമ്പിൾ. ആ ചിത്രത്തിൽ കണ്ടാൽ നമുക്ക് ആ ചിത്രം ഓർമ്മ ഉണ്ട്. അതായത് ഇങ്ങനെ കാതർ അടി കിടക്കുന്ന, മേലെ കിടക്കുന്ന എന്നുള്ള രീതിയിൽ നമുക്ക് അത് കൃത്യം ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഏതാ ഇത് അലുവയിൽ പ്ലേസ് ചെയ്ത് കേട്ടോ. മക്കള് കമന്റ് ചെയ്തോട്ടെ ഏതാ എഴുതുക. 14 A ആണോ ബി ആണോ എഴുതിയൊന്ന് കമന്റ് ഇടുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ വെച്ചാല് മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഏർലി വേദിക് പീരിയഡ് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോൺ. അതായത് വേദകാലം ഉണ്ടല്ലോ, ആദ്യകാല വേദകാലം, അന്നത്തെ ജനങ്ങളെ പ്രത്യേകതയെ കുറിച്ചൊരു 3 സൂചനകൾ തന്നിക്കണേ. അത് വെച്ചിട്ട് എഴുതാൻ പറഞ്ഞതാ. മക്കളെ, ഇന്നലെ സാറിന് ഒരു ഓർമ്മ ഉണ്ട്, വേദകാലം പറഞ്ഞപ്പോ ഒരു സ്ത്രീ കസേര ഇരിക്കുന്ന ഒരാള് യാഗം ചെയ്യുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നോക്കി, സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുത്തു. പക്ഷെ ഏർലി വേദിക് പീരിയഡിൽ എന്താ വെച്ചാല് സെറ്റിൽഡ് ആയി തുടങ്ങിയിട്ടില്ല ആളുകൾ. എന്താണ് ഹാഫ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പൊസിഷൻ ഓഫ് വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ കാലിൽ കയറ്റി ചെയറിൽ ഇരിക്കുന്ന പോലെ കാണിച്ചെന്തേലും. അപ്പൊ ഹൈ പൊസിഷൻ, ലോവർ പൊസിഷനേക്കാരം ഹൈ പൊസിഷനേക്കാരം. യെസ്, അഗ്രികൾച്ചറിന്റെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. കൃഷി സെറ്റിൽഡ് ആയതുകൊണ്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ഒക്കെ എന്തായി തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ എന്തായി പറഞ്ഞു തന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. യാഗ സിമ്പിൾസ്, യാഗങ്ങളൊക്കെ വളരെ ലളിതമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എന്റെ കുട്ടിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്താവും മനസ്സിലായിട്ട്. ആ ചിത്രം, അതാണ് ഞാൻ സ്ട്രൈക്ക് ചെയ്തത്. ചിത്രത്തിലൂടെ നമുക്ക് എന്താവാ, ജോഗ്രഫി പഠിക്കണ പോലെ ഹിസ്റ്ററി എന്താവാ ചിത്രത്തിലൂടെ. അതാണ് ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന ഓരോ സൂചനകളാണ്. കാണാപാഠം പഠിക്കേണ്ട, സിമ്പിൾ ആയിട്ട് പഠിക്കാം. യെസ്. അടുത്ത ചോദ്യം നോക്കി, 16ാമത്തെ ചോദ്യം എന്താണ്? elucidate the circumstance that made the ideas of Buddha attracted to the people. ബുദ്ധന്റെ ആശയങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ അട്രാക്ട് ചെയ്തത്? ഒന്നുമില്ല. ബുദ്ധമത ആശയങ്ങൾ എന്താ ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്തൊക്കെയാണ് ബുദ്ധമത ആശയങ്ങൾ? ബുദ്ധൻ കുറെ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. എന്താ ബുദ്ധൻ പറഞ്ഞ? ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ് അല്ലെ. ജീവിതം ഫുൾ എന്താണ്? ദുഃഖം ഉണ്ടാവാനുള്ള കാരണം എന്താ? ഡിസയർ, ആഗ്രഹമാണ്. ആഗ്രഹം ഒഴിവാക്കണമെങ്കിൽ, ഇല്ലാതാവണമെങ്കിൽ എന്ത് ഒഴിവാക്കണം? ദുഃഖം ഒഴിവാക്കണം. ഈ ഡിസയർ destroyed, the sorrow will disappear. അല്ലേ? അതൊക്കെ മുന്നോട്ട് വെക്കണം. ഈ അഷ്ടാംഗ മാർഗങ്ങൾ ചെയ്യണം അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ, എക്സാം റീഡിംഗ് അഷ്ടാംഗ മാർഗം ചോദിക്കും. നിങ്ങളെ ഭാഗ്യത്തിന് എന്തായില്ല, ചോദിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക്? ഞങ്ങളോട് പറഞ്ഞു അത് പോയിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കണം കേട്ടോ. അടുത്തത് education leads to the progress of the country. Substantiates the statement. ഇത് സാർ എടുത്തപ്പോൾ ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ലാസ്റ്റ് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ, അത് 4ാമത്തെ ചാപ്റ്ററിൽ എഡ്യൂക്കേഷന്റെ ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ എഡ്യൂക്കേഷൻ, ആ ഒരു സ്റ്റെപ്പുള്ള ചിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഒരാൾക്ക് നല്ല എന്ത് കിട്ടുന്നു, നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നു, അപ്പോൾ അയാൾക്ക് നല്ല സ്കില്ല് ഡെവലപ്പ് ആകുന്നു അല്ലെ, എംപ്ലോയ്മെന്റ് നൽകുന്നു, നല്ല വേജ് കിട്ടുന്നു, നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, പർച്ചേസിംഗ് പവർ കൂടുന്നു, പ്രൊഡക്ടിവിറ്റി കൂടുന്നു, നല്ല ആരോഗ്യം വരുന്നു, അങ്ങനെ പോയിട്ട് ലാസ്റ്റ് നാഷണൽ ഗ്രോത്ത്. സത്യത്തിൽ അതൊരു എന്താ പറയാ, ഒന്ന് കിട്ടി അങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്ന. അപ്പൊ എഡ്യൂക്കേഷൻ ആണ് സത്യം ലാസ്റ്റ്. അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള സാധനം നിങ്ങൾ എഴുതണം. എന്താ അവിടെ നിങ്ങൾക്ക് നാഷണൽ ഗ്രോത്ത് എന്നുള്ള സാധനം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വ്യക്തി ഇങ്ങനെ കഴിച്ചായ ഒരുപാട് വ്യക്തികൾ എന്താവാണ് ഉയർന്നു വരാം. അതോടുകൂടി എന്താ രാജ്യം എന്ത് ചെയ്യും, വികസിക്കും എന്നുള്ള സാധനം കൂടെ നിങ്ങൾ നോക്കട്ടോ. ആ സ്റ്റെപ്പും കൂടെ എന്ത് ചെയ്യാ നിങ്ങൾ നോക്കുക. അതേ ഉള്ളൂ. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ സോയിൽ ടൈപ്പ് ഇൻ ഹിമാലയ മൗണ്ടൻ റീജിയൻ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഹിമാലയ കൊണ്ട് ഹിമാലയ ബുള്ളറ്റല്ലോ, ഇതും രസമുള്ള സാധനം. വനമണ്ണ്, പർവ്വത മണ്ണാണ് അവിടുത്തെ പ്രധാനപ്പെട്ട 2 മണ്ണിനങ്ങള്. അതല്ലാതെ ഒരു മണ്ണോട് ഞാൻ പറഞ്ഞിരുന്നു, കുങ്കുമപ്പൂവ്, കരേവാസ്. അത് എഴുതിയാൽ മതി. ആ സോയിൽ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയാൽ മാത്രമല്ല, ഇൻമെച്യൂർ ആയിട്ടുള്ള മണ്ണാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് അവിടെ സൂചിപ്പിക്കട്ടോ. ഓക്കെ അല്ലേ? അതും കഴിഞ്ഞു. ഇനി എന്താ അടുത്തും ഹിമാലയ തന്നെ. ഇത് ക്ലൈമറ്റ് ഓഫ് ദ ഹിമാലയൻ മൗണ്ടൻ സോൺ വേരിയസ് അക്കോർഡിംഗ് ദ എലവേഷൻ ഓഫ് ടോപ്പോഗ്രഫി ഓഫ് ദ റെസ്പെക്റ്റീവ് പാർട്സ് ഓഫ് ദ റീജിയൻ. ഇതേതാ ചോദ്യം മനസ്സിലായി സാറേ? ഹിമാലയൻ ക്ലൈമറ്റിനെ കുറിച്ചുള്ള ചോദ്യം അത്. അപ്പോൾ അത് എഴുതി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ കൊടുത്ത എങ്ങനെയാന്ന് വെച്ചാൽ ഹിമാലയൻ കാലാവസ്ഥയെ കുറിച്ച് എഴുതുക. അത് വന്യജീവികളാണ്. അതൊക്കെ ശരിക്കും എന്തുകൊണ്ടാണ് അതൊക്കെ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, മെൻഷൻ മാർക്ക് നോക്കി നമുക്ക് മെൻഷൻ ചെയ്യാം. അതല്ല നമ്മൾ എഴുതേണ്ട ആവശ്യം. നമ്മൾ ആകെ ഇവിടെ എഴുതേണ്ടതെന്ന് അറിയോ? ഞാൻ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിമാലയൻ കാലാവസ്ഥ നേരിട്ട് കൊടുത്തു. ഹിമാലയൻ കാലാവസ്ഥയെ കുറിച്ച് എഴുതുക. പക്ഷെ ഇവിടെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്,
കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡെഫിനിഷൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് മൗണ്ടൈന്റെ സ്ലോപ്പ്, അവിടുത്തെ എലവേഷൻ, അതായത് അതിന്റെ ഉയരം, അതിന്റെ ഭൂപ്രകൃതി, ടോപ്പോഗ്രഫി, ഇതൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, അവിടുത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് അത് ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, ക്ലൈമറ്റ് ഡിവൈഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഡിവിഡൻഡ് ഉണ്ടാക്കുന്നുണ്ട്, കാലാവസ്ഥ വിഭജനം ഉണ്ടാക്കുന്നുണ്ട്. ഒരു നെഞ്ഞും വിരിച്ചിങ്ങനെ ഹിമാലയം നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിമാലയം എന്ന് പറഞ്ഞാൽ നെഞ്ചു വിരിച്ചിക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ മുകളിൽ നിന്ന് വരുന്ന കോൾഡ് വാം അല്ലെങ്കിൽ കോൾഡ് എയർ, കാറ്റ്, തണുത്ത കാറ്റൊന്നും എന്ത് ചെയ്യില്ല, ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പൊ അതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റിന്റെ ഒരു ഡിവൈഡ് തീർക്കുന്നുള്ള കാര്യം എഴുതി വെച്ചാൽ സംഭവം സെറ്റാ. കൂടുതൽ എക്സ്പ്ലനേഷൻ പോകേണ്ട ആവശ്യമില്ല. പറഞ്ഞ പോലെ മാർക്ക് നോക്കുക, എന്നിട്ട് അത്രേ ഉള്ളൂ. അത് നമ്മൾ എഴുതുന്ന പോയിന്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തോനെ എഴുതേണ്ട ആവശ്യമില്ല, കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം മക്കളെ നോക്കിക്കോ. ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലോക്സഭ, ലോക്സഭയുടെ സവിശേഷതകൾ എഴുതുക. ദ ലോവർ ഹൗസ് ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പാർലമെന്റിന്റെ സവിശേഷതകൾ പറഞ്ഞു തന്നപ്പോ ഞാൻ ഓൾറെഡി ഒരു കിംവദന്തി ടീച്ചേഴ്സിന്റെ ഇടയിൽ എന്ത് ഈ ഫെഡറലിസം വരെ ചോദ്യം വരുള്ളൂ എന്നുള്ള സംഭവം. പക്ഷെ ഞാൻ ഇന്നലെ എന്ത് ചെയ്താ അറിയോ, പാർലമെന്റിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു മക്കൾക്ക്, ലോക്സഭയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അത് ഈ ലോക്സഭയിൽ മത്സരിക്കാനുള്ള പ്രായം എന്ന് പറഞ്ഞാൽ 25 വയസ്സാണ്. സ്കൂളിലൊന്നും ആ ഭാഗം എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളെന്താ അഡീഷണൽ ആയിട്ട് കൊടുത്തു. ലോക്സഭയിൽ മത്സരിക്കേണ്ട പ്രായം 25 ആണ്. അതേപോലെ 5 വർഷത്തിന്റെ കാലാവധിയാണ്. അധോസഭ അല്ലെ, അതായത് അത് ഇവിടെ തന്നെ കൊടുത്തിക്കണ് കണ്ടോ. ആ ഫീച്ചേഴ്സ് ഇന്റെ മക്കൾക്ക് വേണമെങ്കിൽ ഇങ്ങക്ക് തന്നെ എഴുതാം. എന്താണ് ലോവർ ഹൗസ് കണ്ടോ, അധോസഭ, അത് അവിടെ തന്നെ കൊടുത്തിക്കണ്. അപ്പൊ അതിന് തന്നെ നിങ്ങൾക്ക് എന്താവാ ഒരു പോയിന്റ് എഴുതാം. ഒരിക്കലും സ്ഥിരം സഭയല്ല, പെർമനന്റ് ഹൗസ് അല്ല, ടെമ്പററി ഹൗസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കിക്കോട്ടോ. ഇസ് ദ മൗര്യൻ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ഇസ് ദ മൗര്യൻ സിസ്റ്റം അതിന്റെ അടിയിൽ സിമിലിയർ ടു ദ പ്രസന്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ. നമ്മളെ മൗര്യ രാജവംശത്തിലെ ഭരണം പറഞ്ഞിട്ടില്ലേനോ കുറെ. ഞാനത് പറഞ്ഞപ്പോഴേ ഇവർക്ക് പറഞ്ഞത് മൗര്യ രാജവംശമാണെങ്കിൽ കുറെ പ്രൊവിൻസുകളായിട്ട് തരംതിരിച്ചിരുന്നു. നമ്മളെ ഇന്ത്യയിൽ ഇന്ന് സംസ്ഥാനങ്ങൾ തരംതിരിച്ചിട്ടില്ലേ എന്ന് പ്രത്യേകം ഞാൻ എന്തായിട്ടുണ്ടായിരുന്നു സ്ട്രൈക്ക് ചിത്രം വരച്ചിട്ട് ചന്ദ്രഗുപ്ത മൗര്യനാണെന്നൊക്കെ പറഞ്ഞു. യെസ്, അവിടെ കിങ് ഗവർണർ ഉണ്ട്, എന്നിട്ട് ഓരോ പ്രവിശ്യകളും ഭരിക്കാൻ ഗവർണർമാരുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഇങ്ങോട്ട് എന്തുണ്ട് ആലോചിച്ചൊക്കെയും ഒരുപാട് എന്തുണ്ട് സംസ്ഥാനങ്ങളുണ്ട്. ഇത് ഭരിക്കാൻ എന്തുണ്ട് ഗവർണർ ഉണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും ഇന്ത്യയിൽ എന്തുണ്ട് മൗര്യന്മാര് ടാക്സ് വിരിച്ചിരുന്നു, ഇന്ത്യക്കാർ എന്ത് വിരിക്കുന്നുണ്ടെന്ന് നികുതി വിരിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മക്കളെ അതിൽ എഴുതി വെക്കേണ്ടത്. എന്റെ മക്കൾക്ക് എല്ലാവർക്കും മുത്തമണികൾക്ക് ചങ്കാൾക്കും അതൊക്കെ എന്തായിട്ടുണ്ടാവും, വളരെ സിമ്പിൾ ആയിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. വെറും ഒരു 3-4 പോയിന്റ് എഴുതി വെച്ചാൽ മതി, കൂടുതൽ ഒന്നും എന്താ വേണ്ട. ഇപ്പൊ നോക്കി 20 ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പോയിന്റ് അവിടെ തന്നെ കൊടുത്തിക്കണ്. അതൊരു ഹിൻസ് കൊടുത്തതാ കുട്ടികൾക്ക്. മക്കൾക്ക് ഇനി ഒന്നും എഴുതണ്ട, കഷ്ടപ്പെട്ട ഞങ്ങൾ തന്നെ ഉത്തരം തരാം. ഇനി കഷ്ടപ്പെട്ട് പഠിക്കണ്ട, ഇനി ഇഷ്ടപ്പെട്ട് പഠിക്കാം. കാരണം ഇതിലൊരു കാര്യമാണ് കേട്ടോ, ഇങ്ങനെ തരുന്ന ഒരു സമയത്ത് മക്കളെയും കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം കൂടി ചോദ്യത്തിലേക്ക് വരും. അതുകൊണ്ടായിരിക്കും ഇനി അടുത്ത ചോദ്യത്തിന്റെ പാറ്റേൺ മാറട്ടോ. ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 22 or 28 in 4 കിട്ടിയോ, ഓർ മോർ സെന്റൻസസ് ഈച്ച് ക്യാരീസ് 4. അതായത് 22 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്താവണം, ഉത്തരം എഴുതണം അല്ലേ. 22 മുതൽ 28 വരെ ചോദ്യങ്ങൾക്ക് എത്ര എണ്ണത്തിന് ഉത്തരം എഴുതേണ്ടത്, 4 എന്താണ് ഉത്തരം എഴുതണം. അല്ലെങ്കിൽ അല്ല അങ്ങനെയില്ല, 4 ലൈനാക്കിട്ട് എഴുതണം. അല്ലെങ്കിൽ അതിലേറെ കൂടിയ വാക്കുകൾ എഴുതണം. അങ്ങനെയാണ് ചോദ്യം. അത് ഓൾറെഡി ഇത് വന്നിനി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അതായത് അവിടെ ഓവർ ക്വസ്റ്റ്യൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല മാർക്ക് അത് കിട്ടണം, അത് പരിഗണിക്കുന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ നിങ്ങൾ 22 മുതൽ 28 വരെ ചോദ്യങ്ങൾ അറിയോ, ഉത്തരം എഴുതാം. ഓക്കെ ആണല്ലോ. യെസ്, വേണമെങ്കിൽ എയും ബി ഒക്കെ വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് നോക്കിപ്പോ. പക്ഷെ ഒക്കത്തിന് എഴുതണം. 22 എഴുതണം, 23 24. അല്ലാതെ എയും ബിക്ക് എഴുതണമെന്നല്ല, ഒന്നിലെ അല്ലെങ്കിൽ ഉത്തരം എഴുതാം. പക്ഷെ അതിൽ എയും ബിയും ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എ എഴുതണം ബി എഴുതണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിലേതെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് നോക്കി. ഇത് സാറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ, ഫെർട്ടൈൽ ക്രസന്റ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട്. ഇത് നമ്മുടെ വേദിക്ക് വരുന്ന സാധനമല്ലേ, അഗ്രികൾച്ചർ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോഴ്സ്ഡ്, ഞാൻ ഫെർട്ടൈൽ എന്ന് കണ്ടപ്പോ വേഗം ജോഗ്രഫിക്കാ പോയത്, ഹിമാലയത്തിൽ. എന്തൊക്കെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോഴ്സ്ഡ് ടു ഹ്യൂമൻ ബിഗൺ അഗ്രികൾച്ചർ ഇൻ ഏരിയ കാൾഡ് ഫെർട്ടൈൽ ക്രസന്റ്. കിട്ടിയോ, മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടുണ്ട്
ചെയ്തിട്ടുണ്ടറിയോ? ഈ പറയപ്പെട്ട ഏത് കാലഘട്ടത്തിലാണ് ഇതൊക്കെ തുടങ്ങിയത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഈ പാലിയോലിത്തിക് കഴിഞ്ഞ് മെസോലിത്തിക് തുടങ്ങി അല്ലേ? ആ സമയത്താണ് മനുഷ്യന്മാർ എന്ത് തുടങ്ങിയിട്ടുള്ളത്? ഈ കാർഷിക വൃത്തിയിലേക്ക് ഏർപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മനുഷ്യന്മാരെ സഹായിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ അവിടെ നല്ല റെയിൻഫാൾ ഉണ്ടാവും അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ എന്തായാലും മതി മക്കളെ, നിങ്ങൾ എന്തായാലും മതി എഴുതി വെച്ചാൽ മതി, വേറെ കൂടുതലൊന്നും എന്താവാനില്ല. അതിൽ പറയാനുള്ളത് ഒരു വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ എന്തുകൊണ്ടാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോഴ്സ്ഡ് ഹ്യൂമൻ ടു ബിഗിൻ അഗ്രികൾച്ചർ ഇൻ ദ ഏരിയ കാൾഡ് ഫെർട്ടൈൽ ക്രസന്റ്. അവിടുത്തെ ഫലഭൂഷ്ടമായ ഫെർട്ടിലിറ്റിയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും മതി എഴുതിയാൽ മതി. ചില ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നേരെ പോകും, എന്താ പറയുക, ജനസംഖ്യ വർദ്ധവ്, പോപ്പുലേഷൻ ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താവും. അതൊരിക്കലും എന്താവണ്ട, എഴുതേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എക്സാം ഹിസ്റ്ററിയിൽ ചോദിച്ച ചോദ്യത്തിൽ ഏറ്റവും കുറച്ചുകൂടി ടഫുള്ള ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാട്ടോ. ഇതേ കാര്യം എല്ലാവരും എഴുതിയേക്ക് ഉറപ്പാ. 22B എന്താ? ഐഡന്റിഫൈ ദ സിവിലൈസേഷൻ വിച്ച് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് നഗരവൽക്കരണം നടന്ന സിവിലൈസേഷൻ ഏതാ? ഞാൻ പറയാം, മെസ്സേജ് ഒക്കെ ഉണ്ട്. ഹാരപ്പൻ സംസ്കാരം ഇല്ലേ? യെസ്. ഞാൻ വന്നിട്ട് പറഞ്ഞു ഇത് എക്സാമിന് ചോദിക്കും. ഇത് ഞാൻ പ്രത്യേകം എങ്ങനെ തിരിച്ചിരിക്കണം അറിയോ? ഇന്ന് നടക്കാൻ പോകുന്ന എക്സാമിന് ഈ ചോദ്യം വരും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യനാ. ഞാൻ പറഞ്ഞു ഹാരപ്പൻ നഗരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാല് നഗരത്തിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടോ അതൊക്കെ. സ്ട്രീറ്റ് തെരുവുകളുണ്ട്, പബ്ലിക് ബിൽഡിങ്ങുകൾ, പൊതു കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? പബ്ലിക് ബാത്സ് അല്ലെ? പൊതു ടോയ്ലറ്റ്, കുളിമുറി, കുളങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ബിസി ഫുൾ അല്ലെ? അതായത് ഫുള്ള് തിരക്കേറിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ. ബിസി ഫുൾ അറ്റ്മോസ്ഫിയർ. ഒരു നഗരം എന്താണോ അത് അതേപോലെ എഴുതി വെച്ചാൽ ഇത് എഴുതിക്കണമെങ്കിൽ 4 മാർക്ക് ഉണ്ടല്ലോ. ഇങ്ങനെ 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 മണിമണിയിട്ടിന്റെ കുട്ടിയൊക്കെ എന്താവും കിട്ടുമായിരുന്നു. അടുത്ത ചോദ്യം 23A ഉണ്ട്, 23B ഉണ്ട്. ഇത് മക്കളെ, നമ്മൾ മാപ്പിന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മാപ്പാണ് വന്നത്. മാപ്പല്ല സത്യത്തിൽ, പക്ഷെ മാപ്പ് വെച്ചിട്ടൊരു ചോദ്യം വന്നത് വളരെ വ്യത്യസ്തമായിട്ട്. അതായത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഐഡന്റിഫൈ ദ ഫിസിയോഗ്രാഫ് ഡിവിഷൻ മാർക്കഡ് ബി ദ ഗിവൺ മാപ്പ് ദ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടർ ഡിവിഷൻ അല്ലേ? ഈ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ബി ആണ് കണ്ടുപിടിക്കുക. കാരണം ബി ആണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഇത് സംഭവം വരെ ചാപ്റ്ററാ. ഇത് 1ാം ചാപ്റ്റർ, ഇത് 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ മിക്സ് ആക്കി ഇട്ടതാണ്. അത് മിക്സ് ആയിട്ട് ഒരു മാപ്പിലേക്ക് ഇട്ടെടുത്തു. അപ്പൊ ഈ ബി എന്ത് ചെയ്യണം? അവരെ എഴുതാനാ പറഞ്ഞത്. 2ാമത്തെ ചാപ്റ്റർ ഏതാ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലം. എഴുതി കൊടുത്താൽ സിമ്പിൾ ആയിട്ട് കഴിയും. ഇനി എന്താ? ഗംഗാ ഡിവിഷന്റെ മൂന്ന് ഡിവിഷൻ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ABC. ഒന്നുമില്ല, അപ്പർ, മിഡിൽ, ലോവർ. സംഭവത്തിലുള്ളൂ. ഐഡന്റിഫൈ ദ റീജിയണൽ ഡിവിഷൻ മാർക്കഡ് എക്സ്പ്ലെയിൻ ഹൗ ഗംഗാ പ്ലെയിൻ. അവിടെ ഗംഗാ പ്ലെയിൻ എങ്ങനെ ഫോം ചെയ്തെന്ന് പറയണ്ട. അപ്പൊ എന്താ എഴുതിയാൽ മതി? ഗംഗയും ഗംഗയുടെ ട്രിബ്യൂട്ടറീസും ആണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഗംഗാ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒഴുക്കിക്കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഏറ്റവും വിശാലമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമതലം കൂടിയാണ് ഇത് ഗംഗാ പ്ലെയിൻ. അത് ആ ഭാഗത്ത് എഴുതാൻ തന്നെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ 4 മാർക്കിന് എഴുതാൻ തന്നെ ഉണ്ട്. ഇതിലും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ബി ഗിവൺ മാപ്പ് എക്സ്പ്ലെയിൻ. ഇതിന്റെ ക്യാരക്ടർ ഡിവിഷൻ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അതായത് പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുത്തെ പ്രധാനമായിട്ടും നിങ്ങൾ രാജസ്ഥാൻ അല്ലെ? നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അവിടുത്തെ ഡിവിഷൻ പഠിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന അല്ലെ? അതുപോലെ തന്നെ ഗംഗ അല്ലെ? അതുപോലെ തന്നെ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ബ്രഹ്മപുത്ര സമതലം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാം അല്ലെ? മാപ്പ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡിവിഷൻ. അതൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. അതായത് ആ മേഖലയുടെ എന്താണോ നിങ്ങൾക്ക് എഴുതാനുള്ളത് അതൊക്കെ നിങ്ങൾക്ക് എഴുതപ്പെടുത്താം. അതൊരു സമതല പ്രദേശമാണ് അല്ലെ? ഹിമാലയൻ പ്രദേശത്ത് നദികൾ കൊണ്ടുവന്ന് വരുന്ന എക്കൽ മണ്ണുമായിട്ട് ഫോം ചെയ്തിട്ടാണ് എന്തുണ്ടായത്? ഈ പ്ലെയിൻ ഉണ്ടായത്, ഈ സമതലം ഉണ്ടായത്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഹിമാലയൻ ഫോർമേഷനിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ആ വലിയ ആഴത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ എക്കൽ മണ്ണൊക്കെ നിക്ഷേപിച്ചിട്ട് അതൊരു സമതലമായിട്ട് മാറിയത്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ എഴുതുമ്പോഴത്തേക്കാണ് 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് അതാണ് ഞാൻ ഡൗട്ട് തോന്നിയത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്തായാലും കൊടുക്കേണ്ടി വരും. മാർക്ക് നമ്മളെപ്പോഴും എന്താണ് പറയുക മക്കളെ, മാർക്ക് നോക്കണം. മാപ്പ് തന്നിട്ട് ഇങ്ങനെ ഈ ചോദ്യമാണ് ചോദിച്ചാൽ മനസ്സിലാക്കട്ടോ. നിർബന്ധമായിട്ടും എന്റെ മക്കളെ എല്ലാവരും എന്താവണം? നിർബന്ധമായിട്ടും മാർക്ക് നോക്കിയിട്ട് എന്താവണം ചെയ്യണം. അടുത്ത ചോദ്യം ടോപ്പോഗ്രഫി. അതായത് ഡിഫറൻസ് ഇൻ ഫാക്ടർ ലൈക്ക് ടോപ്പോഗ്രഫി, എലവേഷൻ, ക്ലൈമറ്റ്, ലീഡ്
റീജിയണൽ വേരിയേഷൻ ഇൻ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ ഹിമാലയൻ ടെറൈൻ സബ്സ്റ്റാൻഷിയേറ്റ്. അതായത് ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എന്താ, ഹിമാലയൻ ക്ലൈമറ്റും കുറിച്ചാട്ടോ. അത് നിങ്ങൾ എന്ത് എഴുതുക, അത് കൃത്യമായിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഹിമാലയൻ ക്ലൈമറ്റിൻ്റെ ടോപ്പോഗ്രഫി ഉള്ളത് 3 ഭാഗമായിട്ട് പറഞ്ഞത്. ഏറ്റവും ഉയരം കൂടി എടുത്ത് നല്ല ഒരു എന്താ പറയുക കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. അതിൻ്റെ തൊട്ട് മുകളിൽ എന്തായിരിക്കും, കുറച്ചുകൂടി തണുപ്പുള്ള സ്ഥലമായിരിക്കും. അതിൻ്റെ മുകളിൽ നല്ല മഞ്ഞ് മൂടപ്പെട്ട സ്ഥലങ്ങളായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്ലൈമറ്റ് ലീഡ് ടു റീജിയണൽ വേരിയേഷൻ നാച്ചുറൽ വേരിയേഷൻ. അവിടുത്തെ നാച്ചുറൽ വേരിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് പലതരത്തിലുള്ള പ്രത്യേകത നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തും കൂടി അവിടെ എഴുതണം, പ്ലസ് നാച്ചുറൽ വേരിയേഷനെ കൂടി നിങ്ങൾ അവിടെ എഴുതേണ്ടതുണ്ട്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രീതി. അതായത് അവരിങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നാച്ചുറൽ വേരിയേഷനും കൂടി എന്ത് ചെയ്യണം, അതിൽ അവർ എഴുതേണ്ടതുണ്ട്. അപ്പോൾ 4 മാർക്കിനില്ല, അപ്പോൾ അത്രയും എഴുതാനുണ്ട്. പിന്നെന്താ, പൊട്ടൻഷ്യൽ അല്ലേ, അനലൈസ് ദ ടൂറിസം പൊട്ടൻഷ്യൽ. ടൂറിസം ഞാൻ നിർബന്ധമായിട്ട് ഉറപ്പായിട്ടും വരും 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 എന്ന് പറഞ്ഞ അതെ പറഞ്ഞായിരുന്നു. അതിലൊന്നുമില്ല, 3 ഇതൊക്കെ സംഭവമല്ലേ, ഇവർ തന്നെ 3 കൊടുത്തിട്ടുണ്ട്. 3 ഘട്ടങ്ങൾ ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഘട്ടങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ സാറേ, ഇനി നമ്മളെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചാലേ 25ാമത്തെ ചോദ്യമാണ്. 25ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം. ഇന്നലെ കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഡറലിസത്തിന്റെ സവിശേഷം. എന്താണ് ഫെഡറലിസം? സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലും അധികാരം വിഭജിച്ചു കൊടുക്കുക, ഒരു കറക്റ്റ് സവിശേഷതകൾ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് അതേപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഞാൻ അടുത്ത് നോക്കി ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടാവുന്ന ചോദിക്കണം. ഹ്യൂമൻ ക്യാപിറ്റൽ ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാർക്ക് ചെയ്തിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ മനുഷ്യ മൂലധനന്റെ ഫോർമേഷന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മക്കൾ വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി കേട്ടോ. എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എഴുതാം, ഹെൽത്ത് നിങ്ങൾക്ക് എഴുതാം അല്ലെ, അതുപോലെ തന്നെ എന്ത് ചെയ്താം, മൈഗ്രേഷൻ കുടിയേറ്റം അവർക്ക് എഴുതാം, അതുപോലെ തന്നെ ജോബ് ട്രെയിനിങ് അവർക്ക് എഴുതാം, അതുപോലെ തന്നെ നമുക്ക് ആക്സസ് ടു ഇൻഫർമേഷൻ അതായത് വിവരങ്ങളിലേക്കുള്ള പ്രവേശനം, അങ്ങനത്തെ കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെ, അത് അവർക്ക് അത് ഡെവലപ്പ് ചെയ്യില്ല, അത് ഫോം ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെ തന്നെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് എഴുതി കൊടുത്താൽ മതി കേട്ടോ. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മക്കളെ. സം ഓഫ് ദ കൺസെപ്റ്റ് പ്രസന്റഡ് ബൈ അനു ഇൻ an elocution held in the class on the occasion of Constitution Day are given below. അനുവോടെ സ്കൂളിൽ ഓളെ ക്ലാസ്സിൽ ഭരണഘടനാ ദിവസത്തിനനുസരിച്ച് അന്നൊരു പ്രസംഗം പ്രസംഗിക്കുകയാണ്. അപ്പൊ അന്ന് ഭരണഘടനയുടെ സവിശേഷതകൾ പറയാണ്. അപ്പൊ അതെല്ലാവരും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അവള് പറഞ്ഞതാണ്. നല്ല എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഓക്കെ, ഇത് പോണ നോക്കുക. കോംപ്രഹെൻസീവ് എന്താ ആൻഡ് എക്സ്റ്റെൻസീവ് ഡോക്യുമെന്റ് കണ്ടെയ്നിങ് അബൌട്ട് 1.5 million വേർഡ്. 1.5 million വേർഡുകൾ ഉള്ളതാണ് ഭരണഘടന. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ഉണ്ടേനോ സാറ് എസ് ഡി ഒക്കെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ. വിരാഗം നിൽക്കല് ആരും പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് കണ്ടന്റ് കൺസിഡറിങ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടികൾക്ക് ആദ്യത്തെ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ബാക്കി ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ രാവിലെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ഇല്ലേ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലികാവകാശങ്ങള്, നിർദ്ദേശക തത്വങ്ങളുണ്ട് ഇല്ലേ, അതേപോലെ തന്നെ സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് ആണ്, ഒരേ സമയം ലളിതമാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു മാറ്റം പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിയില്ല. കള്ളിയൊക്കെ വരച്ചിട്ടില്ലേ, നിങ്ങളതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ, ബാക്കിയുള്ള ഫീച്ചേഴ്സ് ചോദിച്ചാൽ അതേപോലെ എന്തായാലും മതി എഴുതി കൊടുത്താൽ മതി. കിട്ടിയല്ലോ. യെസ്, ഞാൻ അടുത്ത് നോക്കി. ദ ഡെമോക്രാറ്റിക് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ഏതൻസ് സിമിലിയർ ടു മോഡേൺ ഡെമോക്രസി. നമ്മുടെ ഇന്ത്യയിൽ ഇന്നുള്ള ആധുനിക ജനാധിപത്യത്തിന് തുല്യമാണോ ഏത് ഏതൻസിലെ ജനാധിപത്യം? തുല്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അതെന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ, സബ്സ്റ്റൻഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക, വിവരിക്കുക. നമുക്കറിയാം ഏതൻസിലെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ അറിയാം. അവിടെ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു, ജനാധിപത്യമാണ് ഉണ്ടായിരുന്നത്. യെസ്, ഏകദേശം സെയിം ആണ്. പക്ഷേ സ്ത്രീകൾക്കൊക്കെ ചില സമയത്ത് സ്ത്രീകൾക്കൊക്കെ അവകാശം പോലെ പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി എന്താവണം, ഈ ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ സെയിം ആണെന്ന് പറയുമ്പോഴും കൂടി എന്താവണം, ആ ഡിഫറൻസ് കൂടി എഴുതിയ ടീച്ചർ പറയും ഓ ചെക്കൻ അടിപൊളിയാട്ടോ. അടുത്ത എന്താ 29-30 ക്വസ്റ്റ്യൻസിൽ എന്താവണം, ഏതെങ്കിലും 2 ഉത്തരം ചെയ്യാൻ മതി. ഹിസ്റ്ററി എസ്സേ ക്വസ്റ്റ്യൻ വന്ന ജൈനിസം ബുദ്ധിസമാണ്. കമ്പയർ ദ ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. അതായത് ജൈനിസത്തിന്റെ ഐഡിയാസ് എഴുതണം, പ്രിൻസിപ്പിൾസിന്റെ ബുദ്ധിസത്തിന്റെ എന്ത് എഴുതണം, പ്രിൻസിപ്പിൾസും. ജൈനമതത്തിന്റെ ആശയങ്ങളും ബുദ്ധമത തത്വങ്ങളും ഒക്കെയാണല്ലോ. ജൈനമത ആശയങ്ങൾ ജൈന പറഞ്ഞൊക്കെ അറിയില്ലേ, എന്താ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ അല്ലേ.
ജൈനം പറഞ്ഞിട്ടുള്ള ലോകത്തെ എല്ലാത്തിനും ജീവനുണ്ട്, ജീവനുള്ളൊന്നിനെ ആക്രമിക്കരുത് അല്ലേ, പൂച്ചനറിയരുത്, ചെടികൾ ആക്രമിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടേനു. ഡോക്ടർ ഓഫ് ജൈനിസം അത് എഴുതി വെക്കട്ടോ. ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ് അല്ലേ, അത് ഡു നോട്ട് ഹാം എനി ലിവിങ് ബീങ്സ് അല്ലെ, ലിവിങ് തിങ്സ് അല്ലേ. ഓക്കെ ബർത്ത് ആൻഡ് റീബർത്ത് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ, ചെയ്യുന്ന പ്രവർത്തി അനുസരിച്ചേക്കാരം ഭാവി. ഇത് നിങ്ങളോട് ചുപ്പോഴും പറയാനുള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്തത് കേട്ടോ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. The basis for the progress of human that we have seen today are the change occurred during the Neolithic age. നവീന ശിലായുഗത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന മാറ്റങ്ങളൊക്കെ മനുഷ്യനുണ്ടായത്. ശരി തന്നെയാണ്. കാരണം നവീന ശിലായുഗത്തിലാണ് മനുഷ്യന്മാർ സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയത്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് തുടങ്ങിയത്, അഗ്രികൾച്ചർ കൃഷി തുടങ്ങി, മൃഗങ്ങളെ വേട്ടയാടി. അപ്പൊ എല്ലാവരും കൃഷിയിൽ നടന്നപ്പോൾ കാർഷികോൽപാദനം എന്താവാണ്, ഇൻക്രീസ് ആവാണ്. അപ്പൊ പല ആൾക്കാരും കൃഷി നിർത്തിയിട്ട് ഓൾറെഡി പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ ഇനി ആ രീതിയിൽ തിരിയാണ്. പല ആളുകളും പല രീതിയിലേക്ക് എന്താണ് തിരികെ പോട്ടറി വെസൽസ് ഉണ്ടാവാനും അങ്ങനെ പുതിയ പുതിയ നഗരങ്ങൾ ഉണ്ടാവുന്നു. അന്ന് തുടങ്ങിയ മാറ്റം ഇപ്പോഴും എന്തായിട്ടില്ല, അതിന്റെ പ്രോഗ്രസ് ആണ്. അപ്പൊ നിങ്ങൾ അന്നത്തെ കാര്യം അതേപോലെ എഴുതി വെച്ചാൽ മക്കളെ സെറ്റല്ലേ യെസ് നമുക്ക് ഗുളുമാണേലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇത് അവിടെ ചോദിച്ചിരുന്നത് പിന്നെയും ഹിമാലയാണ് കേട്ടോ. ഇവിടെ ചോദിക്കുന്ന ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് വിത്ത് ദ റീജിയണൽ ഡിവിഷൻ ഓഫ് ഹിമാലയാസ്. അപ്പോൾ റീജിയണൽ ഡിവിഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, താഴെ എന്ത് ചെയ്ത് 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 പോയിന്റിനെ കുറിച്ചാണ് ഇവർ എഴുതേണ്ടത്. അപ്പൊ എന്താ ഒന്നാമത്തെ പോയിന്റ്, നെയിം ദ ഹിമാലയ റീജിയൻ ബിറ്റ്വീൻ റിവർ ഇൻഡസ് റിവർ കാളി. അപ്പോ സിന്ധു ചേച്ചി കാളി ചേച്ചി പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആ റീജിയനെ കുറിച്ച് എന്ത് ചെയ്യുക, അതിന്റെ പേര് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അല്ലേ. അതെന്തായിരിക്കും നമുക്കറിയാം, വെസ്റ്റേൺ ഹിമാലയാണ്, പടിഞ്ഞാറൻ ഹിമാലയാണ് എന്നുള്ള കാര്യം നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു നോട്ട് നോക്കുക, മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് എനി 2 ഡിവിഷൻ ഓഫ് ദിസ് റീജിയൻ. അപ്പൊ അതിന് 3 ഡിവിഷൻ എന്ത് കൊടുക്കുന്നുണ്ട്, അതിൽ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും 2 എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക, മെൻഷൻ ചെയ്ത് 2 എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് പോകുക. അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിന്റെ പേര് പഠിക്കുക അവിടെ, അതായത് കാശ്മീർ, അതുപോലെ എന്താ ഹിമാചൽ, അതുപോലെ തന്നെ എന്താ ഉത്തരാഖണ്ഡ് എന്നുള്ള രീതിയിൽ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്ത് ചെയ്യുക, മക്കൾ അങ്ങനെ തന്നെ എഴുതി കൊടുത്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്ത് നോക്കിയേ, ഐഡന്റിഫൈ വിത്ത് മൺസൂൺ. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞാണ് വരും മൺസൂൺ പഠിച്ചിട്ട് പോയാൽ മതി. പക്ഷെ ഞാൻ വിചാരിച്ച എങ്ങനെയാണെന്ന് അറിയാം ക്വസ്റ്റ്യൻ, ഞാനൊരു മാപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് അതിന്റെ ഇത് ഡയറക്ഷൻ കൊടുത്തിട്ട്, പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല, നേരിട്ട് എന്ത് ചെയ്തു അറിയാം, അതെ വ്യത്യാസമുണ്ട്. ഇവിടെ ബ്രഹ്മപുത്ര പ്ലെയിനിലും നോർത്തേൺ പ്ലെയിനിലും റിസീവ് സഫീഷ്യന്റ് റെയിൻഫാൾ, അതാണ് അവിടെ കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എഴുതേണ്ടത് തന്നെയാണ് നമ്മുടെ മൺസൂണിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അതിന്റെ ബ്രാഞ്ചസ്, അതായത് ബ്രഹ്മപുത്ര പ്ലെയിനിലൊക്കെ പോകുന്ന ആ ബ്രാഞ്ച് ഏതാ നമുക്കറിയാം, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചാണ്, മറ്റേ ബ്രാഞ്ച് അറേബ്യൻ ബ്രാഞ്ചാണ്. അപ്പൊ രണ്ടിലും എന്താണ്, കടലിൽ നിന്ന് വരുന്നത് കൊണ്ട് നല്ല ഇതിനെ കുറിച്ചിട്ട് അപ്പൊ നമ്മൾ ശരിക്കും അത് ഇങ്ങനെ എഴുതണം, അതിന്റെ ബ്രാഞ്ചസിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. അപ്പൊ ഇതിവിടെ മൺസൂൺ ഗിവൻ അക്കൗണ്ട് ഓഫ് ദിസ് മൺസൂൺ വിൻഡ്. അപ്പൊ ആ ബംഗാൾ ഇതിനെ കുറിച്ച് തന്നെ നമ്മൾ സ്ട്രെസ് ചെയ്തിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. അത് അവിടെയാണ് ഞാൻ പറഞ്ഞ മറ്റേ ഇന്നലെ പറഞ്ഞ പാട്ട് ചിറാപ്പുഞ്ചിയും അതുപോലെ തന്നെ മൗണ്ട് ശ്രീം ഒക്കെ അവിടെയാണ് വരുന്നത് കേട്ടോ. ഈ മക്കളെ ശ്രദ്ധിക്കുക, സത്യത്തിൽ എക്സാമിൽ ചില ഭാഗങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരാതെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് അമ്മ ആരാൻ ചോദിക്കണതിന് പകരം അനുവിന്റെ അച്ഛന്റെ വൈഫ് ആരാൻ ചോദിക്കണ എങ്ങനെയൊക്കെ അതേമാതിരിയാണ്. ഉത്തരം വരുമ്പോ സിമ്പിൾ ആണ് അല്ലെ, അത് എഴുതാൻ നോക്കുന്ന സിമ്പിൾ, ഉത്തരം സിമ്പിൾ ആണ്. കുട്ടികളൊന്നും ഇങ്ങനെ ആക്കിച്ചതാ. മുത്തുമണികളെ നമ്മള് സംഭവം എന്തായിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉഷാറായിരിക്കും. ഞങ്ങളൊന്നും ഉറങ്ങട്ടെ പോയിട്ട്, കാരണം ഇന്നലെ രാത്രി ആണ്ട് തുടങ്ങിയതാ. നിങ്ങൾ എഴുതിയേക്കും നിങ്ങൾക്ക് രാത്രി ലൈവ് 10 കഴിഞ്ഞിട്ട് ഉറക്കം നിർത്തിയേക്കും. ഇല്ല കേട്ടോ, ഞങ്ങൾ പ്രഡിക്ഷൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇന്ന് രാവിലെ ലൈവ് ഒക്കെ കഴിഞ്ഞ അടിപൊളിയാക്കി പോകുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ എന്താവും ഞങ്ങൾ വീട് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുക. എല്ലാവരും പഠിക്കട്ടെ. അപ്പൊ മക്കളെ എല്ലാവർക്കും എന്ത് യെസ് നല്ല സുന്ദർബൻ കാർഡുകളും അല്ലെ ഹിമാവനകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഉപസംഹരിക്കുന്നു. ടാറ്റ MS-ന്റെ മക്കളാ, MS-ന്റെ യെസ് ഓക്കെ ടാറ്റ ബൈ ബൈ, സീ യു.